ട്രസ്റ്റ് മീ ഗൈസ്, നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും. ഇത് വെറുതെ പറയുന്നതല്ല. എന്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും എന്റെ സ്കിൻ ജേർണിയിൽ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇവരുടെയൊക്കെ പ്രൊഫൈൽ കയറി നോക്കിയിട്ട് പല പ്രോഡക്ട്സും മേടിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ലതുപോലെ സ്റ്റഡി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയതാണോ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൽ പാരാബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണോ, അതുപോലെ തന്നെ അതിലുള്ള പ്രോഡക്ട്സിന്റെ കമ്പോസിഷൻ, ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ അത്യാവശ്യം നല്ല കറുപ്പായിരുന്നു. എനിക്ക് ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു വെളുക്കണം എന്ന് മാത്രമായിരുന്നു, അല്ലാണ്ട് സ്കിന്ന് നല്ലതുപോലെ കെയർ ചെയ്യണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. സോ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമാണ് എന്റെ സ്കിന്നിൽ ഇത്രയും ചേഞ്ച് വരാനായിട്ടുള്ള കാര്യം. വെളുക്കണം എന്നുള്ള ഒരു ഓട്ടപ്പാച്ചിലിന്റെ ഇടയ്ക്ക് ഞാൻ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. ഹലോ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാല് എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും കാണാൻ എളുപ്പത്തിന് പാട്ടായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ രണ്ട് പാട്ടൊക്കെ അപ്പൊ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതാ ഫസ്റ്റ്, ഏതാ സെക്കൻഡ്, അല്ലെങ്കിൽ ഏതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, അങ്ങനത്തെ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിപ്പോ ഇച്ചിരി ലെങ്തി ആയിരുന്നാലും നല്ലതുപോലെ മനസ്സിലാവുന്ന രീതിക്ക് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോ ഈ ഒരു വീഡിയോ ഇച്ചിരി അത്യാവശ്യം ലെങ്ത് കൂടുതലായിരിക്കും. മാക്സിമം എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോ എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതൊക്കെ എന്റെ 10th പഠിക്കുമ്പോഴുള്ള ഫോട്ടോസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ലതുപോലെ ഇച്ചിരി ടാൻ അടിച്ചിട്ട് കളറൊക്കെ കുറവായിരുന്നു. ഇച്ചിരി കറുത്തിട്ട് തന്നെ, കറുപ്പെന്ന് പറയാം. അതൊരു കറുപ്പാണ് വെളുപ്പാണെന്നുള്ള ഒരു ഡിവൈഡ് ചെയ്ത് പറയുന്ന കാര്യം ഉള്ള കാര്യമാണല്ലോ പറയുന്നത്. അപ്പൊ നല്ലതുപോലെ കറുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നല്ലതുപോലെ പരേഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ, ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ലതുപോലെ വെയിൽ കൊള്ളാറുണ്ടായിരുന്നു. അപ്പൊ വെയിൽ കൊണ്ടിട്ടാണ് ഞാൻ എന്റെ സ്കിൻ ഇത്രയും ടാൻ ആയി നല്ലതുപോലെ കറുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പലർക്കും വീട്ടില് പെട്ടെന്ന് കിട്ടുന്ന സാധനമായിരിക്കും ഈ ബീട്രൂട്ട്, ക്യാരറ്റ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമാണ്. അതുപോലെ തന്നെ അതിൽ അത്രയ്ക്കും ന്യൂട്രിയൻസ് ഉള്ളതും അതുപോലെ സ്കിന്ന് ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതിപ്പോ നമുക്ക് ഗ്ലോ വേണോന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് സ്കിൻ കെയറും സാധനങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് ടൈമും കുറച്ച് എഫേർട്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ലതുപോലെ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്റെ ഈ ഒരു ലൈഫ് സ്റ്റൈല് കാരണമാണ് ഞാൻ ഇത്രയും ടാൻ അടിച്ച് കറക്കാനായിട്ടുള്ള റീസൺ. അപ്പൊ എന്റെ അച്ഛനമ്മ അല്ലെങ്കിൽ ചേച്ചി ഇവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കളർ കുറവാണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോ ആൾക്കാർ അതിശയത്തോടാണ് ചോദിക്കാറ്, ഇവളുടെ അനിയത്തിയാണോ, ഇയാളുടെ മോളാണോ, ഇത്രയും കണ്ടാ പറയത്തില്ല, ഇത്രയും കളർ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് നിന്റെ അനിയത്തിയൊന്നും അല്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. ഞാൻ വീട്ടിൽ വന്ന് എപ്പോഴും കരയിലുണ്ടായിരുന്നു. അതുപോലെ എന്റെ ചേച്ചീനായിട്ട് എപ്പോഴും ഞാൻ കളറൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളറൊക്കെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ എല്ലാരും സമാധാനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കറുപ്പിന് 7 അഴകാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. സോ അതിനുശേഷം ഞാൻ +1 +2 ആയതിനു ശേഷം ഓക്കെ, ഞാൻ അങ്ങനെ സ്കൗട്ട് ആൻഡ് ഗൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എല്ലാരും പറയാറുണ്ടായിരുന്നു സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ വെളുക്കും. അപ്പോ ആ ടൈമിൽ വെളുക്കണം എന്നുള്ളൊരു ബോധം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം, അങ്ങനത്തെ ഒന്നും ചിന്തിക്കാറില്ല. പലരും പറഞ്ഞു തരും സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്തത് സ്കിൻ ലൈറ്റ്, മെലാക്കെയർ, ഇങ്ങനത്തെ ക്രീമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോ ഞാൻ അതൊന്നും കാര്യമാക്കാണ്ട് ആ ക്രീമൊക്കെ നല്ലതുപോലെ യൂസ് ചെയ്യായിരുന്നു. അതിനുശേഷം ഞാൻ കോളേജിൽ കയറി. കോളേജിൽ കയറുന്ന ഫസ്റ്റ് ഇയർ ടൈമിലും ഞാൻ നല്ലതുപോലെ സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്യും. എന്നിട്ട് എനിക്ക് കിട്ടിയ പണി എന്താന്ന് പറഞ്ഞാല്, ഈ ഒരു സ്റ്റെറോയിഡ് ക്രീം യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ NCCയുടെ പരേഡിന് ഞാൻ പോവായിരുന്നു. അപ്പോ അറിയാലോ, ഒരു സ്റ്റെറോയിഡ് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്തൂടെ വെയിലടിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ കറക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള കളറിനെ കഴിഞ്ഞ് ഡബിൾ ആയിട്ട് കറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കറക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ സ്കിന്നിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും സങ്കടമൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ആ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. നല്ലതുപോലെ കറുത്തിട്ട് വേറെ ഏതോ ഒരു രൂപം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ
വേറെ രീതിക്ക് പറയുന്നത് എന്ന് വെച്ചാൽ എന്റെ നോർമൽ സ്കിന്നിനെ കഴിഞ്ഞ ഒരു വേർഡ് ആയിട്ടുള്ള ഒരു സ്കിന്നും അപ്പിയറൻസും ആണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യമാണ് ഇനി മുതൽ എന്റെ ലൈഫിൽ ഞാൻ സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ഹോം റെമഡീസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. മീൻസ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കടലമാവ്, പിന്നെ എന്താ ബീട്രൂട്ട് ജ്യൂസ് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക്, പിന്നെ കോഫി പൗഡർ, ഇങ്ങനത്തെ ഉള്ള അല്ലാതെ ഞാൻ കുറച്ച് ഫേസ് പാക്ക് ട്രൈ ചെയ്യായിരുന്നു. അപ്പൊ ഈ ഫേസ് പാക്ക് നാച്ചുറൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറച്ച് സ്കിൻ ടോൺ ഒക്കെ നല്ലതുപോലെ ഒന്ന് ബ്രൈറ്റൺ ആവാനായിട്ട് തുടങ്ങി. അത്യാവശ്യം നല്ലൊരു കളർ ടോൺ, ഇങ്ങനെ നമ്മളിപ്പോ ഓൾറെഡി സ്റ്റെറോയിഡ് ക്രീംസ് യൂസ് ചെയ്തിട്ട് സ്കിന്നൊക്കെ വല്ലാണ്ടിരിക്കുകയല്ല. അപ്പൊ അതൊന്ന് കാമാക്കിയതിന് ശേഷമാണ് ഞാൻ ഹോം റെമഡീസ് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തു. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ സ്കിന്ന് പയ്യെ നോർമലായിട്ട് വരാനായിട്ട് തുടങ്ങി. ഇപ്പൊ സ്കിന്നൊന്ന് നോർമൽ ആയെങ്കിൽ പോലും എന്റെ ഈ ഒരു കവളിന്റെയും നെറ്റിയുടെയും ഭാഗത്തായിട്ട് ഭയങ്കരമായിട്ട് കുരുക്കൾ വരാൻ തുടങ്ങി. എന്നുവെച്ചാൽ കുട്ടി കുരുവല്ല, ജസ്റ്റ് ഒന്ന് ഇവിടെ വരും, അത് കഴിഞ്ഞ് അത് പൊട്ടിയിട്ട് ഈ ഒരു സൈഡ് ഫുള്ള് സ്പ്രെഡ് ആവും. അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് പിമ്പിൾസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് ഭയങ്കരമായിട്ട് ഒരു വിഷമവും, കാര്യം ഞാനിപ്പോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പിന്നെ എന്താണ് ഇങ്ങനെ ഉള്ളതെന്നുള്ള ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഹോസ്പിറ്റലിൽ കാണിച്ച ടൈമിൽ പറഞ്ഞത് അന്ന് ഹോർമോണൽ വേരിയേഷൻസ് ആണ്, അങ്ങനെ പറഞ്ഞ് കുറെ സംഭവങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തിട്ടിരുന്നപ്പോഴാണ് ഒരു വെബ്സൈറ്റ് ഞാൻ കാണുന്നത്. ലൈക്ക് അത് ആ ഒരു വെബ്സൈറ്റ് കയറി ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ അതിൽ കയറി എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അപ്പൊ എന്റെ സ്കിന്നിൽ ഉള്ള പ്രശ്നങ്ങളാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കിന്നിൽ ഏതാണ് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആദ്യം മാറ്റിയെടുക്കാനുള്ള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആ ഫോം ഫില്ല് ചെയ്തു. അപ്പൊ എന്റെ ഏറ്റവും പ്രശ്നമായിട്ടുണ്ടായിരുന്ന ആക്നെ ആയിരുന്നു. അപ്പൊ ആക്നെ മാറാനായിട്ട് ഞാൻ അതിലുള്ള കുറച്ച് പ്രോഡക്ട്സ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെബ്സൈറ്റിന്റെ പേര് സ്കിൻ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പേജാണ്. ഞാൻ ഹോണസ്റ്റ്ലി പറയാണ്, ഇതൊരു പെയ്ഡ് കൊളാബറേഷൻ അല്ല. എന്റെ സ്കിന്നിൽ വർക്കായ കാര്യം ഞാൻ ജെന്യൂൻ ആയിട്ട് പറയുന്നതാണ്. നല്ലതുപോലെ കുരു പിടിച്ച് ഫേസൊക്കെ ഡള്ളായിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഇരിക്കായിരുന്നു. അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് എന്റത് ഈ ഒരു ആക്നെ പ്രശ്നങ്ങളൊക്കെ പയ്യെ റെഡ്യൂസ് ആവാൻ തുടങ്ങി. അപ്പോ റെഡ്യൂസ് ആയതിനു ശേഷം ഇപ്പൊ ഞാൻ പുറത്തൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ഇതെങ്ങനെയാ റെഡ്യൂസ് ആയത്, എന്റെ ഫേസിൽ ഇതുപോലെ ഉണ്ട്, അപ്പൊ ഒന്ന് പറഞ്ഞു തരുമോന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചോദിച്ചാൽ, അപ്പൊ ഓൾക്ക് പറഞ്ഞു കൊടുത്തപ്പോഴും അവള് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് 5 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ ആണത്. അപ്പൊ അത് യൂസ് ചെയ്തതിനു ശേഷം അവളുടെ ഫേസിലും നല്ലതുപോലെ റിസൾട്ട് കാണാൻ തുടങ്ങി. അപ്പൊ അപ്പോഴാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായ എന്റെ സ്കിന്നിലും വർക്കായത് ആ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളത്. പിന്നെ ഞാൻ ജനുവലി ഒരു കാര്യം പറയാം, ഞാൻ ഈ സ്കിൻ കെയറിന്റെ കാര്യങ്ങൾ, ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറോടാണ് ഗ്ലാമി ഗംഗ ചേച്ചി. അപ്പൊ പുള്ളിക്കാരിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ സ്കിന്നിലുള്ള പല പ്രശ്നങ്ങളും മാറ്റിയതും, അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു സ്കിൻ ടോണൊക്കെ ചേഞ്ച് ആക്കി എടുത്തത് അതിലെ കുറെ റെമഡീസ് കാരണമൊക്കെ ആയിരുന്നു കേട്ടോ. അതിൽ യൂസ് ചെയ്ത പാക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, കാര്യം എന്തായാലും ഈ ഒരു വീഡിയോ അത്രയ്ക്ക് ലെങ്ത് ആയി പോവും. അപ്പൊ വീട്ടിലുള്ള കുറെ സാധനം, കോഫി പൗഡർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഫേസിലുള്ള ആക്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുത്തു. നെക്സ്റ്റ് എന്റെ കൺസേൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലതുപോലെ ടാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വെയിലത്തൊക്കെ കറങ്ങി നല്ലതുപോലെ കറുത്തിട്ട്, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, ഇങ്ങനെ കറുത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പോ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്റെ സ്കിന്നിൽ വന്ന മാറ്റങ്ങളാണ് കേട്ടോ കാര്യം. ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്കിന്നിലുള്ള ആക്നെ പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടാൻ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് നോക്കിയത് സ്കിൻ ക്രാഫ്റ്റിന്റെ പേജ് അല്ല. എന്റെ ഉണ്ടായിരുന്ന മീൻസ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെന്നെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്, ദ ഡെർമാക്കോ ബ്രാൻഡിന്റെ സാലിസിനമൈഡ് ആന്റി ആഗ്നെ സെറം. ഇതിൽ 2% സാലിസിലിക് ആസിഡ് പ്ലസ് 5% നിയാസിനമൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ടാൻ ഒക്കെ പയ്യെ റെഡ്യൂസ് ആവാനായിട്ട് തുടങ്ങി.
ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് നല്ലതുപോലെ വർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ബോട്ടില് കളയാണ്ട് സൂക്ഷിച്ചു വെച്ചതായിരുന്നു കേട്ടോ. അതുപോലെ സ്കിൻ ക്രാഫ്റ്റിന്റെയും കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. ഇത് രണ്ടുമാണ് എന്റെ സ്കിന്നിൽ നല്ലതുപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ്. അപ്പോ സ്കിൻ ക്രാഫ്റ്റിന്റെ പ്രോഡക്ട്സ് ഇതാണ് കേട്ടോ. അപ്പൊ അതില് കുറച്ച് എന്റെ ഈ 3 ഐറ്റംസേ ഉള്ളൂ. ശരിക്കും ഒരു 5 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ ആണ്. അതിലൊരു ക്ലെൻസർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു, പിന്നെ സെറംസില് ഒരു ഹൈലറോണിക് ആസിഡിന്റെ ഒരു സെറം ഉണ്ടായിരുന്നു. അതുപോലെ നിയാസിനമൈഡ് കോജിക് ആസിഡിന്റെയും ഒരു സെറം ഉണ്ടായിരുന്നു. പിന്നെ SPF 40+ വരുന്ന ഒരു സൺസ്ക്രീൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയായിട്ടാ എന്റെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നെ. അപ്പൊ അതിനുശേഷം ഞാൻ ഇങ്ങനെ കുറെ വീഡിയോസ് കാണുമായിരുന്നു. ആദ്യമൊക്കെ ഒരു ഫേസ് വാഷ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് അത്ര സ്കിന്നിന് സ്യൂട്ട് ആവുന്ന പോലെ ഉണ്ടായിരുന്നില്ല. ഹിമാലയയുടെ ഏതോ ഒരു സംഭവം ഓർക്കുന്നില്ല, ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു. അത് വന്നിട്ട് ഒരു സ്ക്രബ് പോലെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നല്ലതുപോലെ സ്കിൻ ഇറിറ്റേറ്റ് ആയിട്ട് പിന്നെ ഈ പിമ്പിൾസ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ഞാൻ നല്ല പ്രോഡക്ട്സ് മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളത്, പല പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതുപോലെ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ആഗ്നെ വന്ന സിറ്റുവേഷൻ വരെ ഉണ്ട്. അങ്ങനെ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എന്റെ ഫേസിൽ പിന്നെയും പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോ അങ്ങനെ കുറെ നാള് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു 5 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ബ്രാൻഡിന്റെയും ഒരു ഫേസ് വാഷ് സെറം എന്റെ സ്കിൻ കൺസേൺ അനുസരിച്ച് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്നെ നല്ലതുപോലെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കോജിക് ആസിഡിന്റെ ആൽഫ ആർബുട്ടിന്റെ സെറംസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും പിൽഗ്രിം ബ്രാൻഡിന്റെ. ഞാൻ പ്രോഡക്റ്റ് ഇവിടെ കൊടുത്തേക്കാട്ടോ. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എന്റെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആവാനൊക്കെ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് ഞാൻ ആഗ്നയുടെ പ്രശ്നം കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഞാൻ ടാൻ ഇതാക്കാനായിട്ട് തുടങ്ങി. പിന്നെ എന്റെ മൂന്നാമത്തെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നല്ലൊരു സാലിസിലിക് ആസിഡിന്റെ സെറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പിൽഗ്രിം ബ്രാൻഡിന്റെ തന്നെയായിരുന്നു. ഇങ്ങനെ യൂസ് ചെയ്ത് വന്നപ്പോ ഞാൻ കുറച്ച് സ്കിൻ കെയറിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതുപോലെ പഠിച്ചു വരാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ സ്കിൻ കെയറിൽ ഫസ്റ്റ് ചെയ്തത് നല്ലൊരു ക്ലെൻസർ ഇൻക്ലൂഡ് ആക്കി. അതിപ്പോ സോപ്പ് കണ്ടില്ല, പാരാബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ആക്കാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് ഒന്നും ഞാൻ ടോണർ അപ്ലൈ ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോവേര ജെല്ലൊക്കെ ടോണറിന് പകരം അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന റൈസ് വാട്ടർ, പിന്നെ റോസ് വാട്ടർ, ഇതുപോലത്തെ കുട്ടി സംഭവങ്ങൾ ഞാൻ ഫേസിലെ ടോണറായിട്ട് അപ്ലൈ ചെയ്യുമായിരുന്നു. പിന്നെ തേർഡ് എന്ന് പറയുന്നത് സെറം ഞാനിപ്പോ എന്റെ സ്കിന്നിന് ഏത് എല്ലാം ഞാൻ വാരി വലിച്ച് യൂസ് ചെയ്യാറില്ല കേട്ടോ. നിങ്ങളും മാക്സിമം ചെയ്യേണ്ട കാര്യം ഇതാണ്. വാരി വലിച്ച് പ്രോഡക്ട്സ് ഫേസിൽ യൂസ് ചെയ്യാറുണ്ടോ, പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് പറഞ്ഞ് വാരി വലിച്ച് പല സെറംസ് ഇടാണ്ടിരിക്കുക. നിങ്ങളുടെ സ്കിന്ന് ഫസ്റ്റ് ഏതാണോ മാറ്റാനുള്ള അത് ബേസ്ഡ് ആയിട്ടുള്ള സെറം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ എന്റെ സ്കിൻ എന്താണോ പ്രശ്നം അതനുസരിച്ചാണ് സെറം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ. ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ബ്രാൻഡും കാര്യങ്ങളൊന്നും അല്ല ഞാൻ യൂസ് ചെയ്തത്. പോൺസിന്റെ അല്ലെങ്കിൽ നിവ്യയുടെ ബ്രാൻഡിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അത് അഫോർഡബിൾ റേഞ്ചിൽ ഞാൻ നോക്കിയതായിരുന്നു. അപ്പൊ യൂസ് ചെയ്തപ്പോ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് യൂസ് ചെയ്തപ്പോ എനിക്കത് ഭയങ്കര പോലെ പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസർ കംപ്ലീറ്റ് ആയിട്ട് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാനായിട്ട് തുടങ്ങി. ലാസ്റ്റ് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ എന്റെ സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻക്ലൂഡ് ആക്കിയ ഒരു കാര്യമാണ് സൺസ്ക്രീൻ. അത് ഇല്ലാണ്ട് ഞാൻ പുറത്തേ ഇറങ്ങില്ല. ഫേസിലായിക്കോട്ടെ, ഇപ്പൊ ഫേസിൽ ആ ടൈമിലൊക്കെ ബോഡി സൺസ്ക്രീൻ അത്രയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ കൈയുടെ ഭാഗത്ത് അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ പുറത്തു പോകുന്ന ടൈമില് ഞാൻ മാക്സിമം ഫുള്ള് കവർ ചെയ്തിട്ട് പോകാനേ ശ്രമിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഒരു സൺസ്ക്രീൻ നമ്മുടെ ഹെൽമെറ്റ് വെക്കുന്ന ടൈമില് എന്റെ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം ഇങ്ങനെ വരും,
ഈ ഒരു ഭാഗത്ത് നല്ലതുപോലെ വെയിലടിക്കുന്ന ഒരു സംഭവമായിരുന്നേ. അപ്പൊ അത് വന്ന ടൈമിൽ എന്റെ ഈ മൂക്കിന്റെ ഈ ഒരു വര പോലെ എന്റെ സ്കിന്ന് പീലായി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതും സൺസ്ക്രീൻ നല്ലതുപോലെ അപ്ലൈ ചെയ്യാത്തതിന്റെ പ്രശ്നമായിരുന്നു. അത് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചതിന് ശേഷം എന്റെ അടുത്ത് പ്രൈമറി കൺസേൺ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മാത്രം പുറത്ത് പോവാവൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്റെ ഡെയിലി റൊട്ടീനിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോ എല്ലാരും പറയും നല്ലതുപോലെ ക്രീമും സ്കിൻ കെയറും ചെയ്താൽ മാത്രമേ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റൺ ആവുള്ളൂ, അല്ലെങ്കിൽ ടാൻ റിമൂവ് ആവുള്ളൂ, വെളുക്കുള്ളൂ എന്നൊക്കെ. പൊട്ട മണ്ടത്തരാണ്. നമുക്ക് പുറമെ ഒരു ലുക്ക് തരുമായിരിക്കും, പക്ഷെ ആ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റനിങ് വെളുപ്പെന്നൊക്കെ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ലതുപോലെ വെള്ളം കുടിക്കാൻ. എന്റെ സ്കിൻ ഇത്രയും ചേഞ്ച് ആയ കാരണം വെള്ള എന്റെ സ്കിൻ ഇത്രയും ചേഞ്ച് ആവാൻ വെള്ളത്തിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വെള്ളം കുടിക്കുന്ന ആളൊന്നുമല്ല. വെള്ളം ഞാൻ കുടിക്കലേ ഇല്ല. പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളും യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ അതിനുശേഷം ഒരു കുപ്പിയിൽ നല്ലതുപോലെ വെള്ളം നിറച്ച് വെച്ച് കുടിക്കാനുണ്ടായിരുന്നു. അപ്പൊ കുടിച്ചതിന് ശേഷം തന്നെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസ് മാത്രമല്ല, ബോഡി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ബ്രൈറ്റനിങ്ങും അതുപോലെ ടാൻ അടിച്ചതൊക്കെ പയ്യെ പയ്യെ റെഡ്യൂസ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ കിട്ടുന്ന ടൈമാണ്, നിങ്ങൾക്ക് ഇപ്പോ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കാം. അതിപ്പോ പെർമനന്റ് റിസൾട്ട് തരും എന്നല്ല, നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ റെമഡീസ് ഞാന് എതിരെന്ന് പറയത്തില്ല, പക്ഷെ ചില പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റ് ആവാനും, ഇപ്പോ ലെമൺ ഒക്കെ നമ്മള് നല്ല, അതായത് ഒരു നമ്മുടെ സ്കിന്നിന് ബിയർ ചെയ്യാൻ പറ്റിയ കമ്പോസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഡയറ്റില് എപ്പോഴും പ്രോട്ടീൻ ഇൻക്ലൂഡ് ആക്കാൻ മുട്ട കഴിക്കാനായിട്ട് നോക്കുക, ഈ ചീര കഴിക്കാനായിട്ട് നോക്കുക. ഈ ഇലക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ ചേഞ്ച് വരും. ട്രസ്റ്റ് മീ ഗൈസ്, നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും. ഇത് വെറുതെ പറയുന്നതല്ല. എന്റെ ലൈഫില് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും എന്റെ സ്കിൻ ജേർണിയിൽ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളുമാണ് ഈ പറയുന്നത്. നമ്മുടെ ഈ സ്കിൻ കെയർ ഇപ്പൊ യൂസ് ചെയ്താലും അതൊക്കെ ടെമ്പററി ആണ്. അതിപ്പോ നമ്മൾ കുറച്ചു ദിവസം പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഴയ സ്റ്റേജിലോട്ട് തന്നെ പോകും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ലതുപോലെ വെള്ളം കുടിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായി, ഇപ്പൊ ഞാൻ എന്ത് സ്കിൻ കൺസേണിന് വേണ്ടിയിട്ടാണ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണമെന്നുള്ളത്. എന്റെ ഫേസിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ല, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ടാൻ അടിച്ചിട്ട് നമ്മുടെ എന്റെ ഫേസിൽ വെള്ളപ്പാണ്ട് പോലെയൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് വെച്ചാല് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് മാറ്റാനായിട്ട് ഇപ്പൊ ഞാൻ ഒരു ഗ്ലൈക്കോളിക് ആസിഡിന്റെ സെറമാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ പറ്റില്ല, അതായത് 5 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനിൽ നിങ്ങൾക്ക് ടോണർ വേണമെങ്കിൽ ഒഴിവാക്കാം, അധികം പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും ഇൻക്ലൂഡ് ആക്കാനുള്ള 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താ, ഫേസ് വാഷ്, ഒരു നല്ലൊരു മോയ്സ്ചറൈസർ, അതുപോലെ നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ അത്യാവശ്യം നല്ലതുപോലെ ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാം, ഈ വെളുക്കാന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ കളർ ടോൺ ഇമ്പ്രൂവ് ചെയ്യാം. നമ്മളിപ്പോ കുറച്ചുകൂടി കളർ ഉള്ളവരായിരിക്കാം, പക്ഷെ വെയിലത്തിറങ്ങുമ്പോ അതുപോലെ നമ്മൾ സ്കിന്ന് സൂക്ഷിക്കാണ്ടൊക്കെ വരുമ്പോഴാണ് സ്കിൻ ടോൺ കുറച്ചുകൂടി ഡാർക്കൺ ആവാൻ തുടങ്ങുന്നത്. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന, ഫുഡിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നത്. അപ്പൊ അതിനർത്ഥം ഈ കുറെ പേര് വന്ന് പറയാറുണ്ട് ഈ വെളുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവര് ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കഴിഞ്ഞ് നോർമലി കുറച്ചുകൂടി കളർ ഉള്ളവരായിരിക്കും. അപ്പോ വെയിലൊക്കെ അടിച്ചതിന് ശേഷം എന്റെ സ്കിൻ ഇത്രയും ഡള്ളായി പോയി, അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെയുള്ള ഒരുപാട് കമന്റ്സിലൂടെയൊക്കെ ചോദിക്കുന്ന സ്കിൻ കെയർ പറഞ്ഞു തരാവോ, അല്ലെങ്കിൽ ഒരു പ്രോഡക്ട്സ് പറഞ്ഞു തരാവോ എന്നുള്ളത്.
പിന്നെ ഫസ്റ്റ് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് മുന്നേ ആയിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. അതായത് എന്തൊക്കെ കൺസേണിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, അതുപോലെ എത്ര കമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ പാരാബെൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രം ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പൊ പല ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പല പ്രോഡക്ട്സ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതില് ചിലത് വന്ന് അവർക്ക് ജെന്യൂൻ ആയിട്ട് ഹോണസ്റ്റ്ലി പറയുന്ന കുറെ പ്രോഡക്ട്സ് ആയിരിക്കും, ചിലത് വന്നിട്ട് പെയ്ഡ് കൊളാബറേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ എടുത്തു ചാടി മേടിക്കാനായിട്ട് നിൽക്കരുത്. നമ്മളിപ്പോ ഏതെങ്കിലും കുറെ വീഡിയോസ് കാണുമ്പോൾ എടുത്തു ചാടി ആ പ്രോഡക്ട്സ് കൊള്ളായിരിക്കും, ഇത്ര നമ്മൾ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത്. അപ്പോ ദയവ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ, സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.